അസ്സലാമലൈക്കും. അടിപൊളി ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. ഞാനിപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കിലോ ബീഫ് എടുത്തുകണ്. അതിലേക്ക് 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക, പിന്നെ 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 10-12 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അത് 3 പച്ചമുളക് കീറിങ്ങാണ്ട് ഇട്ട് കൊടുത്തുക്കണ്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തുക്കണ്. ഇതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇടണം കേട്ടോ. അതിടാൻ മറന്നതാണ്. ഇനി എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. 1/4 കപ്പിലും കുറവ് വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് ചില ഇറച്ചിയിൽ വെന്ത് കഴിയുമ്പോൾ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം പൊടിഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇറച്ചിയൊക്കെ ഇവിടെ നല്ലോണം വെന്ത് വന്നിക്കണ്. ഇതിൽ വെള്ളം ഉണ്ടായി വന്നിക്കണ് കേട്ടോ. ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇത് തുറന്ന് വെച്ചുകൊണ്ട് തന്നെ വെള്ളം വറ്റിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളം വറ്റുമ്പോൾ ഇപ്പോൾ ഒരുവിധം വറ്റുന്നുണ്ട്. ഇറച്ചിയിലെ വെള്ളമൊക്കെ ഇപ്പം വറ്റി വന്നിക്കണം കേട്ടോ. ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിക്ക് ഒരു വലിയ സവാള കേട്ടോ, അത് അരിഞ്ഞെടുത്തതാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കുക, ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇത് ഒന്ന് വാടി വന്നിക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയാണ്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ തുറന്ന് വെച്ച് കണ്ട് തന്നെ നല്ലോണം മൊരിയിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. വരട്ടി മാതിരി വെക്കണേ. ഇനി ഈ സമയം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും എരിവിന് ആവശ്യത്തിന് കേട്ടോ കുരുമുളക് ഇട്ട് കൊടുക്കുക. എരിവ് ബീഫ് ഫ്രൈ റെഡി ആയിക്കണേ. ഇത് നല്ലോണം നെയ്യുള്ള ഇറച്ചിയാണ്, അതുകൊണ്ടാണ് ഇതിൽ എണ്ണ നല്ലോണം ഉള്ളതായിട്ട് തോന്നുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.